നമസ്കാരം. എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ജോഗ്രഫിയുടെ വേൾഡ് ജോഗ്രഫി അതുപോലെ തന്നെ ഫിസിക്കൽ ജോഗ്രഫിയുടെ ജനറൽ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കവർ ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ്. അപ്പോൾ അവസാദങ്ങൾ എന്ന് പറഞ്ഞാൽ സെഡിമെന്റ്സ്, അതായത് ഈ പുഴ ഒഴുകുമ്പം അതിൻ്റെ കൂടെ കൊണ്ടുവരുന്ന ചെറിയ ചെറിയ കല്ലും മണ്ണും അങ്ങനെയുള്ള സെഡിമെന്റ്സ് ആണ് അവസാദങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് ഓഫ് റിവർ എന്ന് നമ്മൾ പറയുമല്ലോ, ഈ ഒരു പുഴയുടെ ഒറിജിൻ തൊട്ടിട്ട് അതിൻ്റെ ഡെസ്റ്റിനേഷൻ വരെ അത് ഒഴുകുമ്പം അതിൻ്റെ പ്രൈമറി സ്റ്റേജിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഭയങ്കര ഫോഴ്സും സ്പീഡും ഉണ്ടായിരിക്കും. മധ്യഘട്ടത്തിലേക്കും കീഴ്ഘട്ടത്തിലേക്കും എത്തുമ്പം അതിനനുസരിച്ച് സ്പീഡും ഫോഴ്സും കുറവായിരിക്കും. അപ്പം അത് ക്രിയേറ്റ് ചെയ്യുന്ന ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ ഈ അവസാദങ്ങളുടെ സെഡിമെന്റ്സിന്റെ ഭാരം കാരണം ഈ നദി സൃഷ്ടിക്കുന്ന ഭൂരൂപം ഏതാണെന്ന് ചോദിച്ചാൽ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓക്സ്ബോ ലേക്സ് ആണ് കേട്ടോ, ഓക്സ്ബോ തടാകങ്ങൾ. അടുത്ത ചോദ്യം, ഗ്രീൻവിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര? അപ്പൊ ഗ്രീൻവിച്ച് സമയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡില് ഗ്രീൻവിച്ച് ലൈനിലുള്ളത്. അവിടെ 2 PM ആകുമ്പോൾ ഇന്ത്യയിൽ എത്രയായിരിക്കും? നമ്മൾ ഗ്രീൻവിച്ചും ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു ടൈം വ്യത്യാസം എന്ന് പറയുന്നത് 5.5 മണിക്കൂറാണ്. അപ്പൊ അവിടെ 2 PM എന്ന് പറയുമ്പം ഇവിടെ 7:30 PM ആയിരിക്കും. 7:30 PM ആണ്, രാത്രി 7:30 കേട്ടോ. അടുത്തത്, ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? അപ്പൊ അതിനെ പറയുന്നത് ഭൂതല ഛായാഗ്രഹണം എന്നാണ് കേട്ടോ. ഇതിവിടെ ഹ അല്ല, ഭൂതല ഛായാഗ്രഹണമാണ്. എ ആണ് ശരി ഉത്തരം. പക്ഷെ ഈ ക്വസ്റ്റ്യൻ ഓപ്ഷൻ തെറ്റായതുകൊണ്ട് ക്യാൻസൽ ഔട്ട് ആയി പോയി. ഭൂതല ഛായാഗ്രഹണമാണ് കേട്ടോ. താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? പ്രാദേശികവാദം എന്ന് പറഞ്ഞാൽ ലോക്കൽ വിൻസ്. ഇതിൽ ചക്രവാതമാണ് പ്രാദേശികവാദം അല്ലാത്തത്. കാരണം ചക്രവാതം എന്ന് പറഞ്ഞാൽ എന്താണ്? സൈക്ലോൺ ആണ്. അപ്പൊ സൈക്ലോൺ ഒരു ലോക്കൽ വിൻഡ് അല്ല. ചിനൂക്ക്, ലൂ, ഹർമാറ്റനൊക്കെ ലോക്കൽ വിൻഡിൽ പെടുന്നതാണ്. അടുത്ത ചോദ്യം, ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ആഗ്നേയശില എന്ന് പറഞ്ഞാൽ ഇഗ്നിയസ് റോക്സ്. അപ്പം ഇഗ്നിയസ് റോക്കുമായിട്ട് ബന്ധമില്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ ശിലയെ പ്രാഥമിക ശിലയെന്നും പറയുന്നു. അപ്പം പ്രൈമറി റോക്സ് എന്ന് പറയാറുണ്ട്, ശരിയാണ്. ഈ ശിലയ്ക്ക് ഒരു ഉദാഹരണമാണ് ബസാൾട്ട്, അതും ശരിയാണ്. കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ്, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് മെറ്റമോർഫിക് റോക്സ് ആണ്, കായാന്തര ശില എന്ന് പറയും. അപ്പൊ ഇവിടെ സി ആണ് ഉത്തരം വരുന്നത്. ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു, അതും ശരിയാണല്ലേ. തണുത്തുറഞ്ഞ ലാവയും അതുപോലെ മാഗ്മയൊക്കെ ആണല്ലോ ആഗ്നേയ ശിലയാവുന്നത്. അപ്പം ഭൂമിക്കകത്തും പുറത്തും ഇത് രൂപം കൊള്ളുന്നുണ്ട്. അടുത്തത്, എന്താണ് ക്ലിഫ്? അപ്പൊ ക്ലിഫ് എന്താണ്? ക്ലിഫ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഒരു ശിലയുടെ പേരാണെന്നും അതുപോലെ തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണെന്നും. പക്ഷെ ഇതിൽ കൂടുതൽ യോജിക്കുന്നത് ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. അതായത് ഒരു തീരത്ത് അല്ലെങ്കിൽ കടൽ തീരത്തൊക്കെ ഈ വേവ് വന്ന് അടിച്ചിട്ട് അതിൻ്റെ ഇൻഫ്ലുവൻസോട് കൂടി അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റോട് കൂടി ഉണ്ടാകുന്ന ഒരു ഫോർമേഷനാണ് ക്ലിഫ് എന്ന് പറയുന്നത്. അപ്പം തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപം എന്ന് പറയുന്നതാണ് കൂടുതൽ അനുയോജ്യം. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക. അപ്പൊ ഇതിൽ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ കറക്റ്റ് വരുന്നത് ഓപ്ഷൻ സി, ടെറായി ആണ്. ടെറായി എന്ന് പറയുന്നത് ഒരു ലോ ലൈങ് മാർഷി റീജിയൻ ആണ്. ഹിമാലയൻ റിവറുകളുടെ തീരത്ത് വരുന്ന, എസ്പെഷ്യലി എവിടെയാണ്, ആ ഒരു സദേൺ ഫൂട്ട് ഹിൽസിലൊക്കെ കാണപ്പെടുന്ന ഒരു മാർഷി റീജിയൻ ആണ്, അല്ലെങ്കിൽ ആ ഒരു മാർഷി ലാൻഡിനെയാണ് നമ്മൾ ടെറായി എന്ന് പറയുന്നത്. ബാക്കി മൂന്നും അപവഹനഗർത്തം, അതായത് ഡിഫ്ലേഷൻ ഹോളോസ്, അതുപോലെ തന്നെ കൂൺ ശിലകൾ, മണൽമേടുകളൊക്കെ വിൻഡിന്റെ ഇൻഫ്ലുവൻസിൽ അല്ലെങ്കിൽ വിൻഡിന്റെ ആക്ഷൻ കാരണം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ടെറായി ആണ് അതിൽ ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ലോക തണ്ണീർത്തട ദിനം February 2, ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? അപ്പൊ ഭൂമിയുടെ കോറിലെ ഇന്നർ കോറിലെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇരുമ്പും നിക്കലാണ്, അയൺ ആൻഡ് നിക്കൽ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഉപ്പ് തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമികളിലാണ്. മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതലായിരിക്കും. അപ്പം എന്ന് പറഞ്ഞാൽ സോൾട്ട് ലേക്സ് ഏറ്റവും കൂടുതൽ കാണുന്നത് മരുഭൂമികളിലാണ്. അവിടെ ബാഷ്പീകരണം എന്ന് പറയുമ്പോൾ ഇവാപറേഷൻ പ്രസിപ്പിറ്റേഷനേക്കാൾ കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ രണ്ടും ശരിയാണ്. ബി എന്ന് പറയുന്നത് എയുടെ ശരിയായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. എയും ബിയും ശരിയായ പ്രസ്താവനകളാണ്. അതുപോലെ ബി എന്നത് ശരിയായ വിശദീകരണമാണ്. താഴെ പറയുന്നവയിൽ ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്ന് അറിയപ്പെടുന്നത്? ബ്രൗൺ ഡയമണ്ട് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ലിഗ്നൈറ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, ലിഗ്നൈറ്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്?
ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. അപ്പൊ ലാബ്രഡോർ എന്ന് പറയുന്നത് ശരിയാണ്, അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ശീതജലം, അതായത് കോൾഡ് വാട്ടർ കറന്റ് ആണ്. അപ്പൊ ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. ഏതൊക്കെയാണ് കോൾഡ് വാട്ടർ കറന്റ്സ്, അതുപോലെ തന്നെ ഏതൊക്കെയാണ് വാം വാട്ടർ കറന്റ്സ്, എവിടെയൊക്കെയാണ്, ഏത് ഓഷ്യനിലാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി പോകേണ്ട ഒരു ഏരിയ ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അഗുൽഹാസ് ഇന്ത്യൻ സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. അത് ശീതജല പ്രവാഹമല്ല, അഗുൽഹാസ് ഒരു വാം കറന്റ് ആണ്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഗൾഫ് സ്ട്രീം പസഫിക് സമുദ്രത്തിലെ ഒരു ഉഷ്ണജല പ്രവാഹമാണ്. അപ്പം അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഗൾഫ് സ്ട്രീം പസഫിക് സമുദ്രത്തിലല്ല, അറ്റ്ലാന്റിക് ഓഷ്യനിലാണുള്ളത്. ഉഷ്ണജല പ്രവാഹമാണ്, അത് ശരിയാണ്. ഒയാഷിയോ പസഫിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഇവിടെ ശരിയുത്തരം വരുന്നത് 2 and 3 ആണ്. ശരിയല്ലാത്ത പ്രസ്താവനയല്ലേ നമ്മളോട് ചോദിച്ചത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം സൂര്യസമീപ ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്നറിയപ്പെടുന്നു. അപ്പൊ പെരിഹീലിയൻ ദിനം എന്നാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ജനുവരി 3 ആണ് ശരിയുത്തരം വരുന്നത്. Which of the following statements best describes a critical limitation of topographic maps in large-scale disaster management planning? അപ്പോൾ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിങ് സമയത്ത് ടോപ്പോഗ്രാഫിക് മാപ്പ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്രിട്ടിക്കൽ ലിമിറ്റേഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. They provide precise elevation details but may not account for real-time changes in terrain due to natural disasters. B. They use standardized contour lines for elevation representation, making them unsuitable for differentiating between urban and rural landscapes. C. Topographic maps offer extensive information on hydrological features but fail to include data on man-made infrastructure. D. Since topographic maps are designed for static landform analysis, they cannot be used for infrastructure planning in urban environments. അപ്പോൾ ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ഒരു ക്രിട്ടിക്കൽ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. കാരണം എന്താ വെച്ചാൽ അതിന് പ്രിസൈസ് എലവേഷനും കാര്യങ്ങളൊക്കെ പറയാമെന്നുണ്ടെങ്കിലും റിയൽ ടൈം ചേഞ്ചസ് പെട്ടെന്നൊരു ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ കാരണം പെട്ടെന്ന് അവിടെ ഉണ്ടാകുന്ന ചേഞ്ചസോ റിയൽ ടൈം ചേഞ്ചസ് ഒന്നും ആ മാപ്പിൽ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം എ ആണ് അതിന്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? അപ്പൊ ഗൾഫ് സ്ട്രീം ഏത് സമുദ്രത്തിലാണ് വരുന്നത്? അറ്റ്ലാന്റിക് ഓഷ്യനിലാണ്. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. അടുത്ത ചോദ്യം, ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ വിവിധ രാജ്യങ്ങളിലെ ഓർ സമുദ്ര മേഖലകളിലെ പേരുകൾ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ഇന്ത്യൻ മഹാസമുദ്രം സൈക്ലോൺ, ശരിയാണ്. അറ്റ്ലാന്റിക് സമുദ്രം കരീബിയൻ സമുദ്രം ഹരിക്കെയിൻ. ചൈന കടൽ പസഫിക് സമുദ്രം ടൈഫൂൺ. പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രം ടൊർണാഡോ. അപ്പൊ ഇതിൽ സൈക്ലോണിന്റെ തന്നെ പല പേരുകൾ പല സമുദ്രത്തിലും അല്ലെങ്കിൽ പല റീജിയണിലും അതിനെ പറയുന്ന പല പേരുകളാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ളത് 4 ആണ്. അവിടെ എന്താ തെറ്റ് വരാൻ വരുന്നതെന്ന് വെച്ചാൽ പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രത്തിൽ വില്ലി വെയിൽസ് എന്നാണ് അവിടെ പറയുക. അതുപോലെ തന്നെ ടൊർണാഡോ എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കൻ റീജിയനിലാണ്, പെർട്ടിക്കുലർലി സൗത്ത് ഈസ്റ്റേൺ റീജിയൻസ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് ടൊർണാഡോ എന്ന് പറയുക. അപ്പോൾ ഇവിടെ 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. അപ്പൊ ശരിയുത്തരം പറയുമ്പോൾ ഓപ്ഷൻ സി. ധരാതലീയ ഭൂപടങ്ങളിൽ അടുത്തടുത്തായി വരയ്ക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? അപ്പൊ കോണ്ടൂർ രേഖകൾ എന്തിനാണ് പ്രതിനിധാനം ചെയ്യുന്നത്? അവിടുത്തെ സ്ലോപ്പിനെയാണ് അല്ലെ, ആ ഒരു കുത്തനെയുള്ള ചരിവിനെയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ദ എർത്ത് ഔട്ടർ കോർ ഇസ് ലിക്വിഡ് വൈൽ ദ ഇന്നർ കോർ ഇസ് സോളിഡ്. അത് ശരിയാണല്ലേ. And the immense pressure at the Earth's center forces the inner core into a solid state despite its high temperature. അപ്പോൾ എന്താ പറയുന്നത്? ഹൈ ടെമ്പറേച്ചർ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും അവിടുത്തെ ആ എർത്തിന്റെ സെന്ററിലുള്ള ഹൈ പ്രഷർ അതിനെ സോളിഡ് സ്റ്റേറ്റിൽ സസ്റ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിൽ നിർത്താൻ കാരണമാവുന്നു. അപ്പം അത് രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അസേർഷൻ സ്റ്റേറ്റ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി മാച്ച് ദ ഫോളോയിങ് ആണ് അതിന്റെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച്. സ്റ്റേബിൾ എയർ മാസ്, അൺസ്റ്റേബിൾ എയർ മാസ്, കണ്ടീഷണൽ ഇൻസ്റ്റെബിലിറ്റി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഡിസ്ക്രിപ്ഷൻ നോക്കാം. എയർ ദാറ്റ് റെസിസ്റ്റ് വെർട്ടിക്കൽ മോഷൻ ലീഡിങ് ടു ലെയേർഡ് ക്ലൗഡ്സ് ആൻഡ് സ്മൂത്ത് എയർ. അപ്പം മൂവ്മെന്റ് വെർട്ടിക്കൽ മോഷൻ റെസിസ്റ്റ് ചെയ്യുന്ന എയർ എന്ന് പറയുന്നത് ഓൾറെഡി സ്റ്റേബിൾ ആയിട്ടുള്ള എയർ മാസ് ആണ്. അവിടെ ക്ലൗഡ്സും സ്മൂത്ത് എയർ ഒക്കെ ആയിരിക്കും. അപ്പോൾ 1A തന്നെയാണ്. ബി വരുന്നത് എയർ ദാറ്റ് പ്രൊമോട്ട്സ് വെർട്ടിക്കൽ മോഷൻ ലീഡിങ് ടു തണ്ടർ സ്റ്റോംസ് ആൻഡ് ടർബുലന്റ് എയർ. അത് വെർട്ടിക്കൽ മോഷൻ, നല്ല രീതിയിൽ വെർട്ടിക്കൽ മോഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ടർബുലന്റ് എയറും തണ്ടർ സ്റ്റോംസ് ഒക്കെ ഉണ്ടാവും. അത് എന്ത് എയർ മാസ് ആണ്? അൺസ്റ്റേബിൾ ആയിട്ടുള്ള എയർ മാസ് ആണ്. അപ്പോൾ 2B തന്നെയാണ്. സി വരുന്നത് എയർ ദാറ്റ് ഈസ് സ്റ്റേബിൾ ഫോർ അൺസാച്ചുറേറ്റഡ് എയർ ബട്ട് ബിക്കംസ് അൺസ്റ്റേബിൾ വെൻ സാച്ചുറേറ്റഡ്. അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള എയർ ആണെങ്കിൽ അവിടെ സ്റ്റേബിൾ ആയിരിക്കും, പക്ഷെ സാച്ചുറേറ്റഡ് ആയി കഴിയുമ്പം ആ എയർ മാസ് എന്തായിരിക്കും? അൺസ്റ്റേബിൾ ആയി മാറും. അത് കണ്ടീഷണൽ ഇൻസ്റ്റെബിലിറ്റി ആണ് വരുന്നത്. അപ്പോൾ അവിടെ നേർക്ക് നേരെ തന്നെയാണ് മാച്ചിങ് കൊടുത്തിട്ടുള്ളത്.
ശരി വരുന്നത് 1A 2B 3C ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് ഇൻ റിലേഷൻ ടു ദ റൊട്ടേഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാനറ്റ്സ് ഇൻ അവർ സോളാർ സിസ്റ്റം. അപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ പ്ലാനറ്റ്സിന്റെ റൊട്ടേഷനെ റിലേറ്റ് ചെയ്ത് പറയുന്നതിൽ ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് വീനസ് ആൻഡ് യുറാനസ് ഓൾ ദ പ്ലാനറ്റ്സ് റൊട്ടേറ്റ് ഇൻ ദ സെയിം കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അല്ലാതെ വീനസും മാർസും യുറാനസും നെപ്റ്റ്യൂണും ഒന്നുമല്ല. എക്സെപ്ഷൻ വരുന്നത് ഏതാണ്? വീനസും യുറാനസും ആണ്. അവർ രണ്ടുപേരും മാത്രമാണ് ക്ലോക്ക് വൈസ് കറങ്ങുന്നത്. ബാക്കി ഓൾ അതർ പ്ലാനറ്റ്സ് റൊട്ടേറ്റ് ഇൻ സെയിം കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതൊക്കെ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് പോകുന്നത്. എക്സെപ്ഷൻ വരുന്നത് ഏതാണ്? വീനസും യുറാനസും മാത്രമാണ്. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പിന്നെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഓൾ ദ പ്ലാനറ്റ്സ് ഓർബിറ്റ് ലൈ ക്ലോസ് ടു ദ സെയിം പ്ലെയിൻ, ദ പ്ലെയിൻ ഓഫ് എക്ലിപ്റ്റിക് പാസിംഗ് ത്രൂ ദ സൺസ് ഇക്വേറ്റർ. അപ്പോൾ സണ്ണിന്റെ ഇക്വേറ്ററിന്റെ അതിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു പ്ലെയിൻ ആണ്, അതാണ് പ്ലെയിൻ ഓഫ് എക്ലിപ്റ്റിക്. അതിൽ ആ ഒരു സെയിം പ്ലെയിനിലാണ് സണ്ണിനെ ചുറ്റും പോകുന്ന എല്ലാ പ്ലാനറ്റിന്റെയും ഓർബിറ്റ് ആ ഒരു പ്ലെയിനിനോട് സിമിലർ ആയിട്ട് അല്ലെങ്കിൽ അതിനോട് ക്ലോസർ ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതിനാണ് പ്ലെയിൻ ഓഫ് എക്ലിപ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 3യും 4ഉം ആണ് ശരി. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്തത്, അറേഞ്ച് ദ ഫോളോയിങ് അറ്റ്മോസ്ഫെറിക് കമ്പോണൻസ് ഇൻ ഓർഡർ ഫ്രം മോസ്റ്റ് അബണ്ടന്റ് ടു ലീസ്റ്റ് അബണ്ടന്റ്. അപ്പോൾ എയറിൽ പ്രസന്റ് ചെയ്തേക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതെന്ന് ഏറ്റവും കുറവ് കാണപ്പെടുന്നതിലേക്ക് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ഉത്തരം വരിക? ഫസ്റ്റ് നൈട്രജൻ, പിന്നെ ഓക്സിജൻ, പിന്നെ ആർഗൺ, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? 2, 4, 1, 3 ഓപ്ഷൻ എ ആണ് ശരി വരിക. ആർഗൺ എത്ര ശതമാനമാണ്? 0.93% ആണ് അപ്രോക്സിമേറ്റ്ലി കാണപ്പെടുന്നത്. അതുപോലെ നൈട്രജൻ എന്ന് പറയുന്നത് 78.08% ആണ് കാണപ്പെടുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് അപ്രോക്സിമേറ്റ്ലി 0.04%, ഓക്സിജൻ 20.95%, അറൌണ്ട് 21% അപ്രോക്സിമേറ്റ്ലി ആണ് കാണപ്പെടുന്നത്. അപ്പോൾ 2, 4, 1, 3 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, പവിഴപ്പുറ്റുകളുടെ ബ്ലീച്ചിങ് പ്രക്രിയയിൽ താഴെ പറയുന്ന ഘട്ടങ്ങൾ ക്രമീകരിക്കുക. അപ്പം ഈ ബ്ലീച്ചിങ് വരുന്ന പ്രോസസ്സിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ. പവിഴപ്പുറ്റുകൾ അവയുടെ സഹജീവി ആൽഗകളെ പുറന്തള്ളുന്നു. ജലത്തിന്റെ താപനില വർദ്ധിക്കുന്നു. പവിഴപ്പുറ്റുകൾക്ക് നിറം നഷ്ടപ്പെടുകയും സമ്മർദ്ദം അനുഭവപ്പെടുകയും ചെയ്യുന്നു. പ്രകാശ സംശ്ലേഷണം പ്രവർത്തനം കുറയുന്നു. അപ്പൊ ഇതിൽ കറക്റ്റ് ചെയ്ത് വരിക, ആദ്യം ജലത്തിന്റെ താപനില വർദ്ധിക്കുകയാണല്ലോ ചെയ്യാം. അതിനുശേഷമാണ് അവർ ആൽഗകളെ പുറന്തള്ളുന്നത്. പിന്നെയാണ് ഫോട്ടോസിന്തസിസ് കുറയുന്നത്. പിന്നെ എന്ത് ചെയ്യും? അവർക്ക് അവരുടെ നിറം നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ സമ്മർദ്ദം അനുഭവപ്പെടുകയും ചെയ്യുന്നു. അപ്പം 2, 1, 4, 3 ആണ് കറക്റ്റ് വരുന്നത്. ഓപ്ഷൻ സി. അടുത്തത് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് ആക്ച്വലി ക്യാൻസൽ ഔട്ട് ആയി പോയ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്നാലും നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് നോക്കാം. എപ്പിറോജനിക് മൂവ്മെന്റ്സ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഡീപ് ഓഷ്യൻ ട്രെഞ്ചസ്. അത് തെറ്റാണ്. എപ്പിറോജനിക് മൂവ്മെന്റ്സ് ആക്ച്വലി ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്ലാറ്റു ലൈക്ക് ഫോർമേഷൻസ് ആണ്. അത് കുറച്ചും കൂടെ ഒരു വെർട്ടിക്കൽ കൈൻഡ് ഓഫ് മൂവ്മെന്റ് ആണ് എപ്പിറോജനിക് മൂവ്മെന്റ്സ്. അപ്പോൾ വലിയ ഡിഫോർമേഷൻസ് ഒന്നും എപ്പിറോജനിക് ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പം പ്ലാറ്റു ലൈക്ക് ഫോർമേഷൻസ് ഒക്കെ ഉള്ള ചെറിയ ഒരു സ്ലോ അപ്ലിഫ്റ്റ് അല്ലെങ്കിൽ ചെറിയൊരു കോണ്ടിനെന്റൽ ഏരിയയിൽ ചെറിയൊരു അപ്ലിഫ്റ്റ്മെന്റ് പോലത്തെ ചെറിയ സംഭവമാണ് എപ്പിറോജനിക് മൂവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം അത് തെറ്റാണ്. എപ്പിറോജനസിസ് ഇൻവോൾവ്സ് ലോക്കലൈസ്ഡ് ഇന്റൻസ് ഫോൾഡിങ് ആൻഡ് ഫോൾട്ടിങ് ഓഫ് റോക്ക് ലെയേഴ്സ്. അതും തെറ്റാണ്. ഫോൾഡിങ് ആൻഡ് ഫോൾട്ടിങ് ഒക്കെ എന്താണ്? ഓറോജനിക് മൂവ്മെന്റ്സ് അല്ലേ ക്രിയേറ്റ് ചെയ്യുക. എപ്പിറോജനസിസ് അല്ല അതിലായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ ഇവിടെ രണ്ടും തെറ്റാണ്. എയും ആറും തെറ്റാണ് കേട്ടോ. ഓസോൺ ശോഷണ വസ്തുക്കൾക്കുള്ള ബദലുകൾ ഇവയ്ക്ക് കാരണമായി. 1, അന്തരീക്ഷത്തിൽ ഓസോൺ ഉത്പാദനം. 2, ഹരിതഗൃഹ പ്രഭാവത്തിൽ വർധനവ്. 3, ഉയർന്ന ആഗോളതാപന സാധ്യതയുള്ള സംയുക്തങ്ങളുടെ ഉത്പാദനത്തിൽ വർധനവ്. ഇപ്പോൾ ഓസോൺ ശോഷണ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്. അപ്പൊ ഇവിടെ ശരിയുത്തരം വരുന്നത് 2ഉം 3ഉം മാത്രമാണ്. ഹരിതഗൃഹ പ്രഭാവം, ഗ്രീൻ ഹൗസ് എഫക്റ്റിലുള്ള വർധനവ്, അതുപോലെ തന്നെ ഉയർന്ന ആഗോളതാപന സാധ്യതയുള്ള സംയുക്തങ്ങളുടെ ഉൽപാദനത്തിൽ വർധനവ്. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികൾ ഇത് രൂപം കൊള്ളാൻ കാരണമാകുന്നു. അപ്പൊ ഏത് രൂപം കൊള്ളാനാണ് ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള രാത്രികൾ കാരണമാകുന്നത്? തുഷാരമാണ്. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. താഴെ കൊടുത്തവയിൽ അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങൾ ഏവ? അവസാദ ശിലകൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അവസാദ ശിലകൾ എന്ന് പറഞ്ഞാൽ സെഡിമെന്ററി റോക്സ് ആണ്. അപ്പൊ സെഡിമെന്ററി റോക്സിന് എക്സാമ്പിൾ വരുന്നത് ചുണ്ണാമ്പ് കല്ലും കൽക്കരിയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം. അതായത് ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘത്തിന് പറയുന്ന പേരാണ് സ്ട്രാറ്റസ്. ഓപ്ഷൻ ഡി ആണ് ശരി, സ്ട്രാറ്റസ് ട്ടോ. Which of the following processes is primarily responsible for the formation of delta? അപ്പൊ ഡെൽറ്റ ഉണ്ടാവാനുള്ള റീസൺ അല്ലെങ്കിൽ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പ്രോസസ്സ് ഏതാണ്? കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. റിവർ ഡിപ്പോസിഷൻ ആണ് അല്ലേ?
വാട്ട് ഡസ് ദ കോണ്ടൂർ ഇന്റർവെൽ ഓൺ എ ടോപ്പോഗ്രാഫിക് മാപ്പ് റെപ്രസെന്റ്? കോണ്ടൂർ ഇന്റർവെൽ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ദ വെർട്ടിക്കൽ ഡിഫറൻസ് ഇൻ ദ എലിവേഷൻ ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് കോണ്ടൂർ ലൈൻസ്. അതിന്റെ ഇടയിലുള്ള കുത്തനെയുള്ള ചെരിവ് അല്ലെ, അപ്പൊ ആ വെർട്ടിക്കൽ ഡിഫറൻസിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകത്തിന്റെ പേര് എന്താണ്? നാസ്കയാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പൊ നാസ്കയാണ് തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകം എന്ന് പറയുന്നത്. ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ നിമ്നമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ്. അപ്പൊ ഉപോഷ്ണ ഗുരുമർദ്ദ മേഖല എന്ന് പറഞ്ഞാൽ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്ന കാറ്റുകളെ പറയുന്ന പേരാണ് എന്ത്? വെസ്റ്റർലീസ്. പശ്ചിമവാതകങ്ങൾ കേട്ടോ. വെസ്റ്റർലീസ് ആണ് ശരി ഉത്തരം. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്രൈമറി റോക്സ് എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലകൾ, ഇഗ്നിയസ് റോക്സ് ആണ്. വിച്ച് among the following atmospheric layers is the densest? ഇതിൽ ഏറ്റവും ഡെൻസസ്റ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് ലെയർ ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്, ട്രോപ്പോസ്ഫിയർ. വിച്ച് among the following layers of earth's interior is solid? അപ്പൊ ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണ് സോളിഡ് ആയിട്ടുള്ളത്? നമുക്കറിയാം ഇന്നർ കോറും അതുപോലെ ലോവർ മാന്റിലും ആണ്. 2 and 4 ആണ് വരിക, ഇന്നർ കോറും ലോവർ മാന്റിലും. 2 and 4 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പട്ടിക ഏതെല്ലാം? ഭൗമാന്തർ ഭാഗത്ത് നിന്നുള്ള ശിലാദ്രവ്യത്തിൽ നിന്നും രൂപപ്പെട്ട ശില അതേതാണ്? അവസാദ ശിലയാണോ? അല്ല, ആഗ്നേയ ശിലയാണ് അല്ലെ. മാഗ്മയും ലാവയൊക്കെ തണുത്തുറഞ്ഞുണ്ടാവുന്നത് ആഗ്നേയ ശിലയാണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്ന പ്രതിഭാസം ക്രമമായ താപനഷ്ട നിരക്ക്. ശരിയാണ്, നോർമൽ ലാപ്സ് റേറ്റ് എന്നാണ് അതിനെ പറയാം. ഭൂവൽക്കത്തെയും മാൻഡിലിനെയും വേർതിരിക്കുന്ന മേഖല ഗുട്ടൻബർഗ് പരിവർത്തന മേഖല. അതും തെറ്റാണ്, ഗുട്ടൻബർഗ് അല്ല, മൊഹ്റോവിക് പരിവർത്തന മേഖലയാണ് ഭൂവൽക്കത്തെയും മാൻഡിലിനെയും വേർതിരിക്കുന്നത്. ഇനി ഗുട്ടൻബർഗ് എവിടെയാണ് വരുന്നത്? മാൻഡിലിന്റെയും ഔട്ടർ കോറിന്റെയും ഇടയിലാണ് വരുന്നത്. നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെയുള്ള സമുദ്രജലത്തിന്റെ സഞ്ചാരം സമുദ്രജല പ്രവാഹം. അതും ശരിയാണ്. അപ്പൊ ഇവിടെ ഏതാണ് ശരിയായിട്ട് വരുന്നത്? 2ഉം 4ഉം ആണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. താഴെ നൽകിയിട്ടുള്ളവയിൽ ഹരിതഗൃഹ പ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകം ഏത്? ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാക്കാത്ത വാതകം ഏതാണ് ഈ കൊടുത്തിരിക്കുന്നതിൽ? കറക്റ്റ് ആൻസർ വരുന്നത് നൈട്രജൻ ആണ്. ഓപ്ഷൻ ഡി. ചുവടെ നൽകിയിരിക്കുന്ന സവിശേഷതകളുടെ ക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ തിരിച്ചറിയുക. അപ്പൊ ഇതില് സവിശേഷത കൊടുത്തിട്ടുണ്ട്, അത് തിരിച്ചറിയണം നമ്മൾ ഏത് മേഘത്തിന്റെ ഫീച്ചർ ആണ് അതെന്നുള്ളത്. കറുപ്പ് അഥവാ ഇരുണ്ട നിറം. അപ്പൊ ഇതിൽ ഏതിനാണ് കറുപ്പ് അഥവാ ഇരുണ്ട നിറം ഉണ്ടാവുക? മോസ്റ്റ്ലി കാർമേഘം പോലെ ഉണ്ടാവുന്നത് നിംബസ് ആണ് കേട്ടോ, നിംബസ്. ഇനി നേർത്ത തൂവൽ രൂപം വരുന്നത്, തൂവൽ രൂപത്തിലുള്ളത് സിറസ് ആണ്. പഞ്ഞിക്കെട്ട് പോലെ കാണുന്നത് ക്യുമുലസ് ആണ്. ആകാശത്തിന്റെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്ന അടുക്കുകളായി കാണപ്പെടുന്നവ. അടുക്കുകൾ എന്ന് പറയുമ്പോൾ എന്താ? അടുക്കടുക്കായിട്ട് സ്ട്രാറ്റസ്. അപ്പം പഞ്ഞിക്കെട്ട് പോലെ നോക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, പഞ്ഞിക്കെട്ട് പോലെ ഭയങ്കര ക്യൂട്ടായിട്ട് ക്യുമുലസ്, അതുപോലെ അടുക്കടുക്ക് സ്ട്രാറ്റസ് ആയിട്ട്, അപ്പം സ്ട്രാറ്റസ്. പിന്നെ തൂവല് പോലെ സിറസ്, കറുപ്പ് അഥവാ ഇരുണ്ട നിറം ഏതാണ്? നിംബസ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് വരുന്നത് കേട്ടോ. താഴെ തന്നിരിക്കുന്ന അന്തരീക്ഷ പാളികളെ സമുദ്രനിരപ്പിൽ നിന്നുമുള്ള ഉയരത്തിനനുസരിച്ച് ക്രമത്തിൽ വിന്യസിക്കുക. അപ്പൊ അത് അതിന്റെ എന്താ പറയാ ഹൈറ്റിനനുസരിച്ച്, എവിടുന്ന് നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഹൈറ്റിനനുസരിച്ച് നമ്മൾ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ചെയ്ത് വരിക ട്രോപ്പോസ്ഫിയർ, പിന്നെ സ്ട്രാറ്റോസ്ഫിയർ, പിന്നെയാണ് മിസോസ്ഫിയർ വരുന്നത്, അതിനുശേഷമാണ് തെർമോസ്ഫിയർ വരുന്നത്. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഡി ആണ് അല്ലേ. 2, 1, 4, 3. ലോകത്തിന്റെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രയറീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? അപ്പോൾ ഇത് ക്യാൻസൽ ഔട്ടായി പോയ ക്വസ്റ്റ്യൻ ആണ്. പ്രയറീസ് ആക്ച്വലി നോർത്ത് അമേരിക്കയിൽ, അവിടെ കാനഡയിലും മെക്സിക്കോയിലും ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 1ഉം 2ഉം എന്നുള്ള ഓപ്ഷനാണ് ശരിക്കും വരിക. കാനഡയിലും അതുപോലെ തന്നെ മെക്സിക്കോയിലും പ്രയറീസ് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഓർത്തിരിക്കുക കേട്ടോ. പ്രയറീസ് പുൽമേടുകളാണ്. നെബുല സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? അപ്പൊ നെബുല സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ഇമ്മാനുവൽ കാന്ത് ആണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, പി ഭൂകമ്പ തരംഗത്തിന്റെ നിഴൽ മേഖല ഉൾപ്പെടുന്നത് എത്ര ഡിഗ്രിക്കുള്ളിലാണ്? അപ്പൊ പി വേവ്സിന്റെ ഷാഡോ സോൺ എവിടെയാണ് വരുന്നത്? 103 ഡിഗ്രി മുതൽ 142 ഡിഗ്രി വരെയാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉൾപ്പെടാത്ത സമുദ്രജല പ്രവാഹം ഏത്? അപ്പം ഉത്തര അറ്റ്ലാന്റിക്, നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉൾപ്പെടാത്ത കറണ്ട് ഏതാണ്?
കാലിഫോർണിയൻ കറന്റ് ആണ്. കാലിഫോർണിയ പസഫിക് ഓഷ്യനിലാണ്. ബാക്കി മൂന്നും നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് കേട്ടോ. അപ്പം കാലിഫോർണിയ എവിടെയാണ്? പസഫിക് ഓഷ്യനിലാണ്. അന്തരീക്ഷ വായുവിൽ ഓക്സിജന്റെ അളവ് ഏകദേശം എത്ര ശതമാനമാണ്? എത്ര ശതമാനമാണ് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു. ഏകദേശം 21%. ട്രോപ്പോസ്ഫിയറിലെ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേര്. ക്രമമായ താപനഷ്ട നിരക്ക്, നോർമൽ ലാപ്സ് റേറ്റ്. ഓപ്ഷൻ എ ആണത് കേട്ടോ. ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി. അപ്പൊ ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ വരുന്നതാണ് ഏത്? വാവുവേലി അഥവാ സ്പ്രിംഗ് ടൈഡ് എന്ന് പറയും. ഇനി സപ്തമി വേലി എന്ന് പറയുന്നത് നീപ് ടൈഡ് ആണ്. ഇവര് ഒരു 90 ഡിഗ്രി എന്നുള്ള ആ ഒരു ഇതിൽ വരുമ്പോൾ, ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒരു 90 ഡിഗ്രി രേഖയിൽ വരുമ്പോഴാണ് സപ്തമി വേലി അഥവാ നീപ് ടൈഡ് ഉണ്ടാവുന്നത്. അവർ നേർരേഖയിൽ വരുമ്പോൾ വാവുവേലി. തൂവൽ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളെ പറയുന്ന പേര്. നേരത്തെ പറഞ്ഞു, ഏതായിരുന്നു തൂവൽ രൂപത്തിൽ? സിറസ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭ്യൂഹനം. അപ്പൊ അതാണ് ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ബാക്കിയും സെയിം ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് താപചാലനവും സംവഹനവും ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ 1 മാത്രമാണ് ശരിയുള്ളത്. അഭിവഹനം എന്ന് പറയുമ്പോൾ അഡ്വെക്ഷൻ, താപചാലനം എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ. അപ്പൊ എന്തെങ്കിലും ഒരു ഡയറക്റ്റ് മോളിക്യൂൾസോ പാർട്ടിക്കിൾസോ ആയിട്ട് കോൺടാക്റ്റിൽ വന്നിട്ട് ഈ ചൂട് അങ്ങനെ പാർട്ടിക്കിൾസിലേക്കും മോളിക്യൂൾസിലേക്കും ഒക്കെ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നതാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഹൊറിസോണ്ടലി ഉള്ള ട്രാൻസ്ഫർ ആണ് റേഡിയേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ 1 ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ജിയുടെ മൂല്യം. അപ്പൊ ജിയുടെ മൂല്യം എന്താണ്? 0 മീറ്റർ/സെക്കൻഡ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നദികളുടെ ഉപരിഘട്ടവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഉപരിഘട്ടത്തിൽ നിരവധി റില്ലുകൾ കൂടി ചേർന്ന് അരുവികളാകുന്നു. അത് ശരിയാണല്ലേ? റില്ലുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ കുറേ ചാലുകൾ. അപ്പൊ ആ ചാലുകൾ കൂടി ചേർന്നിട്ടാണ് അരുവികൾ ഉണ്ടാകുന്നത്. അപ്പൊ അതാണ് ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നമുക്ക് ബാക്കി സ്റ്റേറ്റ്മെന്റ്സും കൂടെ നോക്കാം. നദിയുടെ ഉപരിഘട്ടത്തിൽ ഡെൽറ്റകൾ കാണപ്പെടുന്നു. അപ്പോൾ ഉപരിഘട്ടം എന്ന് പറഞ്ഞാൽ പ്രൈമറി സ്റ്റേജ് ആണ്, ഫസ്റ്റ് സ്റ്റേജ് ആണ്. അവിടെയല്ലല്ലോ ഡെൽറ്റകൾ എവിടെ കാണുന്നത്? തീര സമതലങ്ങളിലാണ്. ഏറ്റവും അവസാനത്തെ ആ ഒരു സ്റ്റേജിലാണ് ഡെൽറ്റകൾ കാണപ്പെടുന്നത്. ഉപരിഘട്ടത്തിലെ പർവ്വത ഉയരങ്ങളിൽ ഓക്സ്ബോ തടാകങ്ങൾ കാണപ്പെടുന്നു. ഓക്സ്ബോ ലേക്സ് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടു. എവിടെയാണ്? മറ്റേ മധ്യഘട്ടത്തിലും താഴ്ന്ന ഘട്ടത്തിലാണ് ഓക്സ്ബോ തടാകങ്ങൾ കാണുക, ഉപരിഘട്ടത്തിലല്ല. സൂക്ഷ്മമായ മണൽ തരികളാൽ സമ്പന്നമാണ് നദിയുടെ ഉപരിഘട്ടം. അതും തെറ്റാണ്. ഉപരിഘട്ടം എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജ്, അവിടെ നല്ല ഫോഴ്സിലായിരിക്കും വെള്ളം ഒഴുകുന്നുണ്ടാവുക. അപ്പൊ അവിടെ വലിയ വലിയ പാറകളും ഹെവി സ്റ്റോൺസും ആണ് അവിടെ ഉണ്ടാവുക. ചെറിയ മണൽത്തരികളൊക്കെ വന്ന് അടിയുന്നത് എവിടെയാണ്? ഏറ്റവും താഴെയുള്ള തട്ടിലാണ്. അപ്പൊ ഇവിടെ എ മാത്രമാണ് ശരി. അടുത്തത്, അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ക്രമമായ താപനഷ്ട നിരക്കുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഓരോ 165 മീറ്റർ ഉയരത്തിനും എത്രയാണ്? 1 ഡിഗ്രി സെൽഷ്യസ് എന്ന രീതിയിൽ താപം കുറയുന്നു. അപ്പൊ ഓപ്ഷൻ ബി ആണ് ശരി. നിത്യഹരിത വനമേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം എവിടെയാണ്? എവർഗ്രീൻ ഫോറസ്റ്റ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇക്വറ്റോറിയൽ റീജിയനിലാണ് അല്ലെ? ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശം. ഓപ്ഷൻ എ ആണ് ശരി. അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം വിള ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അറബിക്ക ഏതിനാണ്? എന്ത് വിളയായിട്ട് ബന്ധപ്പെട്ടതാണ്? കാപ്പിയാണ്. ഓപ്ഷൻ ബി ആണ് ശരി. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഇതിലേതാണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് പെട്രോളിയം ആണല്ലേ. ബാക്കി ഇപ്പൊ സോളാർ ആയാലും ടൈഡൽ എനർജി ആയാലും വിൻഡ് എനർജി ആയാലും ഒക്കെ എന്താണ്? നോൺ കൺവെൻഷനൽ ആണ്. പെട്രോളിയം ആണ് കൺവെൻഷനൽ ആയിട്ടുള്ളത്. കാറ്റിന്റെ ഗതിയെയോ വേഗതയെയോ സ്വാധീനിക്കാത്ത ഘടകം. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ കാറ്റിന്റെ ഗതിയെയും വേഗതയെയും സ്വാധീനിക്കാത്തത് വേലീബലാണ്, ടൈഡൽ ഫോഴ്സ്, ടൈഡൽ എനർജി. ബാക്കി കൊറിയോലിസ് എഫക്റ്റ് ആയാലും അതുപോലെ ഘർഷണ ഫലം, ഫ്രിക്ഷൻ, പിന്നെ മർദ്ദ വ്യത്യാസം എന്ന് പറയുമ്പോൾ പ്രഷർ ഡിഫറൻസ്, അതൊക്കെ ആണെങ്കിലും എന്താവും? കാറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. ടൈഡൽ എനർജി അല്ലെങ്കിൽ ടൈഡൽ ഫോഴ്സ് ആണ് അതിനെ സ്വാധീനിക്കാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡോൾഡ്രംസ് റീജിയൻ ക്യാരക്ടറൈസ്ഡ് ബൈ കാം എയർ മൂവ്മെന്റ്സ് ഇസ് ഫൗണ്ട് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രഷർ ബെൽറ്റ്? അപ്പൊ ഡോൾഡ്രംസ് എന്ന് പറയുന്ന ആ ഒരു റീജിയൻ, അവിടെ ഭയങ്കര കാം ആയിട്ടുള്ള എയർ മൂവ്മെന്റ്സ് ആവും ഉണ്ടാവുക. അത് ഏത് പ്രഷർ ബെൽറ്റിലാണ് കാണപ്പെടുന്നത്? ഡോൾഡ്രംസ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. ദ ട്രാൻസിഷൻ സോൺ ദാറ്റ് സെപ്പറേറ്റ്സ് മാന്റിൽ കോർ ബൗണ്ടറി ഓൺ എർത്ത്. അപ്പൊ മാന്റിലിനെയും കോറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ട്രാൻസിഷൻ സോൺ ഏതാണ്? ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ദ മോസ്റ്റ് കോമൺ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓഫ് എ റീജിയൻ.
അപ്പോൾ ഒരു സ്ഥലത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് എന്താണ്? ഹൈഗ്രോമീറ്റർ ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, ഹൈഗ്രോമീറ്റർ. വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ റിഗാർഡിംഗ് കുറേഷ്യോ കറണ്ട്? അപ്പോൾ കുറേഷ്യോ കറണ്ടിനെ പറ്റിയിട്ടുള്ളത് ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് എ കോൾഡ് സബാർട്ടിക് ഓഷ്യൻ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ ഈസ്റ്റ് കോസ്റ്റ് ഓഫ് ജപ്പാൻ. അത് തെറ്റാണ്, കോൾഡ് അല്ല, വാം കറന്റ് ആണ് കേട്ടോ. ഇനി എ വാം ഓഷ്യൻ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ ഈസ്റ്റ് കോസ്റ്റ് ഓഫ് ജപ്പാൻ, അതാണ് ശരിയായിട്ടുള്ളത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബ്ലാക്ക് കറന്റ്, അപ്പം അതും ശരിയാണ്. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് ഓഫ് സദേൺ ഹെമിസ്ഫിയർ ഇൻ സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ, അതും തെറ്റാണ്. സൗത്ത് അറ്റ്ലാന്റിക്കിലല്ല, നോർത്ത് പസഫിക് ആണ്. അപ്പം 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ശരി. The type of data that describes the characteristics of a geographical feature in GIS. അപ്പോൾ GISലെ എന്താ പറയുക, ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഡാറ്റ, അതിന് പറയുന്ന പേരെന്താണ്? നോൺ സ്പേഷ്യൽ ഡാറ്റ. ഓപ്ഷൻ സി ആണ് നോൺ സ്പേഷ്യൽ ഡാറ്റ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് സെപ്പറേറ്റ് റഷ്യ ആൻഡ് നോർത്ത് അമേരിക്ക? അപ്പോൾ റഷ്യനും നോർത്ത് അമേരിക്കനും സെപ്പറേറ്റ് ചെയ്യുന്ന സ്ട്രൈറ്റ് ഏതാണ്? ബെറിങ് സ്ട്രൈറ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ബെറിങ് സ്ട്രൈറ്റ്. പിന്നെ ഇപ്പം നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ആണ് അല്ലെ, പേർഷ്യൻ ഗൾഫിലേക്ക് പോകുന്നത്. അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക, ന്യൂസ് വാല്യൂ ഉള്ളതുകൊണ്ട് മിക്കവാറും ചോദിക്കാൻ സാധ്യതയുണ്ട്. പേർഷ്യൻ ഗൾഫ് റീജിയനിലുള്ളത് ഏതാണ്? ഹോർമൂസ് സ്ട്രൈറ്റ് കേട്ടോ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ലാറ്റിറ്റ്യൂഡ്സ് ആർ നോൺ ആസ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്? ഇത് ആക്ച്വലി ക്യാൻസൽ ഔട്ട് ആയി പോയ ക്വസ്റ്റ്യൻ ആണ്. ഇതിലില്ല. ആൻസർ വരുന്നത് 30 to 35 ഡിഗ്രി ആണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. 30 to 35 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ആണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇൻകറക്റ്റ് ആയിട്ടുള്ളത് നമ്മൾ പറയുമ്പം ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി ഈസ് ദ ബോർഡർ ബിറ്റ്വീൻ ദ ലോവർ മാന്റിൽ ആൻഡ് ഔട്ടർ കോർ. ശരിയാണ്. മാന്റിൽ സ്റ്റാർട്ട്സ് ഫ്രം കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി, അത് തെറ്റാണ്. മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ് മാന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. റെപ്പിറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി ഈസ് ദ ട്രാൻസിഷൻ സോൺ ബിറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ മാന്റിൽ, അത് ശരിയാണ്. ദ മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി ലൈസ് ബിറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ ക്രസ്റ്റ്, അത് തെറ്റാണ്. ക്രസ്റ്റും മാന്റിലിന്റെ ഇടയിലാണ് മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി. അപ്പൊ നമ്മൾ ഈ ഡിസ്കണ്ടിന്യൂറ്റീസിനെ പറ്റിയിട്ട് ഒരു ഷോർട്സ് മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ താഴെ ജസ്റ്റ് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ ഈ ഡിസ്കണ്ടിന്യൂറ്റികൾ ഏതൊക്കെ എവിടെയാണ് എന്തിൻ്റെയൊക്കെ ഇടയിലാണ് വരുന്നത് എന്നുള്ളത് ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് 2 and 4 ആണ്. അത് രണ്ടുമാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് വരുന്നത്. ഇവിടെ വരുന്നത് മൊഹറോവിക് ആണ്, കോൺട്രാഡ് അല്ല. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു അപ്പർ ആൻഡ് ലോവർ ക്രസ്റ്റ് അല്ല, ക്രസ്റ്റ് ആൻഡ് മാന്റിലിന്റെ ഇടയിലാണ് മൊഹറോവിക് വരുന്നത്. ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ട്രോപ്പോസ്ഫിയറിലാണ് ഏറ്റവും കൂടുതൽ ജലബാഷ്പം ഉള്ളത്. ഏറ്റവും കൂടുതൽ മോയ്സ്ചർ ഉള്ളത് ട്രോപ്പോസ്ഫിയറിലാണ്. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ചണം, ജൂട്ടാണ് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്. ഗ്രാവിറ്റി അനോമലിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയെ കണ്ടെത്തുക. അപ്പൊ ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുമ്പോൾ വസ്തുക്കളുടെ പിണ്ഡത്തിലുള്ള വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. ശരിയാണ്. ശിലാവസ്തുക്കളുടെ ഘടനാ വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. അപ്പം ശിലാവസ്തുക്കളുടെ ഘടനാ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ഡിഫറൻസ്, അത് ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഭൗമകേന്ദ്രത്തിൽ നിന്നുള്ള അകലം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. അപ്പൊ അത് ശരിയാണ്. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ളത് 2 മാത്രമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത് കേട്ടോ. എല്ലാ പ്രധാന സമുദ്രങ്ങളുടെയും ഉപരിതലത്തിൽ രൂപം കൊള്ളുന്നതും ഭ്രമണം ചെയ്യുന്നതുമായ സമുദ്രജല സംവിധാനങ്ങൾ ഇവ വൃത്താകൃതിയിൽ സമുദ്രജല പ്രവാഹങ്ങൾ രൂപം കൊള്ളാൻ കാരണമാകുന്നു. അപ്പൊ ഇതിന് ശരി ഉത്തരം വരുന്നത് ഏതാണ്? ഗൈറുകളാണ്. ഓപ്ഷൻ സി ആണ് ഗൈറുകൾ. തന്നിരിക്കുന്നവയിൽ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘം. അപ്പൊ ഈ തന്നിരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്നത് സിറസ് ആണ് കേട്ടോ. സിറസ് ആണ് ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘം. കോണ്ടൂർ രേഖയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? അകലം കൂടിയ കോണ്ടൂർ രേഖകൾ ചെരിവ് കുറഞ്ഞ പ്രതലത്തെയും അടുത്തു വരച്ചിരിക്കുന്നവ കുത്തനെയുള്ള ചെരിവിനെയും കാണിക്കുന്നു. ശരിയാണ്. വ്യത്യസ്ത ഉയരങ്ങളെ കാണിക്കുന്ന കോണ്ടൂർ രേഖകൾ തമ്മിൽ പരസ്പരം മുറിച്ചു കടക്കാറില്ല. അതും ശരിയാണ് അല്ലെ. 2 ഡിഫറെന്റ് എലവേഷനിലുള്ള കോണ്ടൂർ രേഖകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർസെക്ട് ചെയ്ത് പോവാറില്ല. അപ്പൊ ഇത് രണ്ടും ശരിയാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 2 പ്രസ്താവനകളും ശരി. The sensitivity of a remote sensing detector to differences in signal strength is referred to which of the following sensor characteristics? അപ്പോൾ ഒരു റിമോട്ട് സെൻസിങ് ഡിറ്റക്ടറിന് പല ഡിഫറെന്റ് സിഗ്നൽ സ്ട്രെങ്ത് ഉണ്ടല്ലോ, അതിനോടുള്ള സെൻസിറ്റിവിറ്റിനെ എന്ത് ക്യാരക്ടറിസ്റ്റിക് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ പറയുന്ന പേര്? അതാണ് റേഡിയോമെട്രിക് റെസൊല്യൂഷൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് കേട്ടോ, റേഡിയോമെട്രിക് റെസൊല്യൂഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ്
ഇസ് കറക്റ്റ് ഫോർ മിഡിൽ ഓൾട്ടിറ്റ്യൂഡ് ആണ്, മിഡിൽ ആറ്റിറ്റ്യൂഡ് അല്ല, മിഡിൽ ഓൾട്ടിറ്റ്യൂഡ് ക്ലൗഡ്സ് 2 to 8 കിലോമീറ്റർ. അപ്പൊ 2 മുതൽ 8 കിലോമീറ്ററിന്റെ ഇടയിൽ വരുന്ന ആ ഒരു മിഡിൽ ഓൾട്ടിറ്റ്യൂഡ് ക്ലൗഡ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏത് പെയർ ഓഫ് ക്ലൗഡ്സ് ആണ് വരുന്നത്? ഓൾട്ടോസ്ട്രാറ്റസും ഓൾട്ടോ ക്യുമുലസും ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി. റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാ. ഏതായിരുന്നു? വാവുവേലി. അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണം ഏതാണ്? ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ ആണ് കേട്ടോ. പകലത്തെ സൂര്യാതാപമേറ്റ് പർവ്വത ചെരുവിലെ വായു വികസിച്ചു വരുന്നത് മൂലം താഴ്വരയിൽ നിന്ന് പർവ്വത മുകളിലേക്ക് കാറ്റ് വീശുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? അപ്പൊ താഴ്വരയിൽ നിന്ന് പർവ്വതത്തിന്റെ മുകളിലേക്കാണ് വീശുന്നത്. അപ്പൊ അതിനെ നമ്മൾ താഴ്വരക്കാറ്റ് എന്നാണ് പറയുന്നത്. ഇനി നേരെ തിരിച്ചാണെങ്കിൽ പർവ്വതത്തിൽ നിന്ന് താഴേക്ക് താഴ്വാരത്തിലേക്കാണ് വീശുന്നത് എന്നുണ്ടെങ്കിൽ പർവ്വതക്കാറ്റ് എന്ന് പറയും. അതുപോലെ തന്നെയാണ് കടൽക്കാറ്റും കരക്കാറ്റും. കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്നത് കരക്കാറ്റ്, കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്നത് കടൽക്കാറ്റ്. അടുത്തത്, ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ഏതാണ്? ക്ലോറോഫ്ലൂറോ കാർബൺസ് ആണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ടോപ്പോഗ്രഫിക് മാപ്പുകളിലെ കോണ്ടൂർ രേഖകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണിവ. ശരിയാണ്. കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ അത് ചെങ്കുത്തായ ചെരുവിനെ സൂചിപ്പിക്കുന്നു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഭയങ്കര ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സർഫസ് ആകുമ്പോഴാണ് അടുത്തടുത്ത രേഖകൾ വരിക. ഇനി ഒരു കുന്നിനെ പ്രതിനിധീകരിക്കുന്ന കോണ്ടൂർ രേഖകളിൽ ഉള്ളിലേക്ക് പോകും തോറും അവയുടെ മൂല്യം കുറഞ്ഞു വരുന്നു. അത് തെറ്റാണ്. ഉള്ളിലേക്ക് പോകും തോറും മൂല്യം കൂടിയാണ് വരിക. അപ്പൊ ഇവിടെ 1, 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി ഒഴുകുന്ന സമുദ്രജല പ്രവാഹം ഏതാണ്? സൗത്ത് അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി ഒഴുകുന്നത് ഹംബൾട്ട് പ്രവാഹമാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെന്ന് കണ്ടെത്തുക. സഹാറ മരുഭൂമിയിലെ ഹർമാറ്റൻ കടുത്ത ചൂട് കുറയ്ക്കുന്നതിന് സഹായകമാവുന്നു. അപ്പൊ ഹർമാറ്റൻ എന്ന് പറയുന്ന കാറ്റ് അവിടെ കടുത്ത ചൂട് കുറയ്ക്കുന്നതിന് സഹായകമാവുന്നു. ശരിയാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. അതും ശരിയാണ്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചെരുവിൽ ഫൊൻ ശീതക്കാറ്റ് വീശുന്നു. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഫൊൻ എവിടെയാണ്? റോക്കീസിന്റെ ചെരുവിലല്ല, നമ്മുടെ ആൽപ്സിലാണ്. സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രേലിയ, സദേൺ ജർമ്മനി ആ റീജിയനിലുള്ള ആൽപ്സിലാണ് ഫൊൻ വീശുന്നത്. റോക്കി പർവ്വത ചെരുവിൽ വീശുന്നത് ചിനൂക്കാണ്. ചിനൂക്ക് കേട്ടോ. ഭൂകമ്പം വിവിധ ദിശകളിലേക്ക് തരംഗരൂപത്തിൽ ഊർജം മോചിപ്പിക്കപ്പെടുന്നതിന് കാരണമാകുന്നു. ഭൂകമ്പം സൃഷ്ടിക്കുന്ന തരംഗങ്ങൾ വ്യത്യസ്ത തരത്തിലാണ് സഞ്ചരിക്കുന്നത്. താഴെ നൽകിയിട്ടുള്ള ഭൂകമ്പ തരംഗങ്ങളിൽ ഏത് തരംഗമാണ് തരംഗദിശയ്ക്ക് സമാന്തരമായി കമ്പനം സൃഷ്ടിക്കുകയും തന്മൂലം പദാർത്ഥങ്ങൾക്ക് വികാസ സങ്കോചങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്? അപ്പം ഈ പറഞ്ഞ പോലെ പാരലായിട്ട് ഭൂകമ്പ തരംഗങ്ങൾക്ക് അതിനോട് പാരലായിട്ട് സഞ്ചരിക്കുകയും അവിടെയുള്ള മെറ്റീരിയൽസിന് പദാർത്ഥങ്ങൾക്ക് എക്സ്പാൻഷനും കംപ്രഷനും ഒക്കെ ഉണ്ടാക്കുന്നത് ഏത് തരംഗങ്ങളാണ്? പ്രൈമറി വേവ്സ് ആണ്, പ്രാഥമിക തരംഗങ്ങൾ കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരി. 1:50,000 സ്കെയിലിലുള്ള ഒരു ടോപ്പോഗ്രഫിക് മാപ്പിൽ 2 സെന്റിമീറ്റർ അളവിലുള്ള ദൂരം യഥാർത്ഥത്തിൽ എത്ര കിലോമീറ്റർ ആണ്? അപ്പം 1:50,000 സ്കെയിലുള്ള ഒരു ടോപ്പോഗ്രഫിക് മാപ്പിൽ 2 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടായിരിക്കും? 1 കിലോമീറ്റർ ആയിരിക്കും. ബി ആണ് ശരി ഉത്തരം. Which of the statements accurately describes a debris flow? ഇപ്പോൾ ഡെബ്രിസ് ഫ്ലോനെ ആക്യുറേറ്റ്ലി ഡിസ്ക്രൈബ് ചെയ്തത് ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് വരുന്നത് സി ആണ്. ഇറ്റ് ഈസ് എ റാപ്പിഡ് ഫ്ലൂയിഡ് ലൈക്ക് മൂവ്മെന്റ് ഓഫ് എ മിക്സ്ചർ ഓഫ് വാട്ടർ, റോക്ക്, സോയിൽ ആൻഡ് ഓർഗാനിക് ഡെബ്രിസ്. അപ്പം നമ്മൾ ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവുന്ന പോലെ ഒരു ഫ്ലൂയിഡ് ലൈക്ക് മൂവ്മെന്റ് ആണ്. വെള്ളം, അതുപോലെ പാറ, കല്ല്, മണ്ണ് ഇതെല്ലാം കൂടിയിട്ട് ഒരു ഫ്ലൂയിഡ് ലൈക്ക് റാപ്പിഡ് മൂവ്മെന്റ് ഉണ്ടാവുന്നതിനെയാണ് ഡെബ്രിസ് ഫ്ലോ എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് ആർ ഡെവലപ്ഡ് ഇൻ ദ അപ്പർ ഓർ മൗണ്ടെയിൻ കോഴ്സ് ഓഫ് എ റിവർ? അപ്പം അപ്പർ കോഴ്സ് നമ്മൾ പറഞ്ഞില്ലേ, ഉപരിഘട്ടം, അവിടെ ഉണ്ടാവുന്ന ഫിസിക്കൽ ഫീച്ചേഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കൊടുത്തിരിക്കുന്നതിൽ കറക്റ്റ് വരുന്നത് വി ഷേപ്ഡ് വാലി ആൻഡ് ഗോർജസ് ആണ് കേട്ടോ. ദ ടേം ട്രോപ്പോസ്ഫിയർ ടെമ്പറേച്ചർ ഫോൾ റെഫേഴ്സ് ടു. അപ്പോൾ ട്രോപ്പോസ്ഫിയർ ടെമ്പറേച്ചർ ഫോളിനെ പറയുന്ന പേരെന്താണ്? ലാപ്സ് റേറ്റ്. നമ്മൾ നേരത്തെ നോർമൽ ലാപ്സ് റേറ്റ് പറഞ്ഞില്ലായിരുന്നോ? എത്രയായിരുന്നു? ഓരോ 165 സെന്റിമീറ്ററിലും 1 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കുറയുന്നു. അതാണ് നോർമൽ ലാപ്സ് റേറ്റ്. അപ്പോൾ ട്രോപ്പോസ്ഫിയർ ടെമ്പറേച്ചർ ഫോൾ എന്ന് പറഞ്ഞാൽ ലാപ്സ് റേറ്റ് ആണെന്ന് ഓർത്തിരിക്കുക. ദ പ്ലാനറ്ററി വിൻഡ്സ് ദാറ്റ് മൂവ് ബിറ്റ്വീൻ ദ ഇക്വറ്റോറിയൽ ലോ ലാൻഡ്സ് ആൻഡ് ദ സബ് ട്രോപ്പിക്കൽ ഹൈലാൻഡ് ഇസ് നോൺ ആസ്. അപ്പം ഇക്വറ്റോറിയൽ ലോ ലാൻഡിന്റെയും സബ് ട്രോപ്പിക്കൽ ഹൈലാൻഡിന്റെയും ഇടയിൽ മൂവ്മെന്റ് നടക്കുന്ന അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന പ്ലാനറ്ററി വിൻഡിനെ പറയുന്നത് എന്താണ്? ട്രേഡ് വിൻഡ്സ് എന്നാണ്. ട്രേഡ് വിൻഡ്സ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ട്രേഡ് വിൻഡ്സ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജോഗ്രഫീൻ്റെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് കവർ ചെയ്തു. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അതുപോലെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി റെഫർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാപ്പി ലേണിംഗ് വിത്ത് ഹാബിറ്റസ്.